പ്രിയമുള്ളവരെ, ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായി അവതരിപ്പിച്ച ഒരു കഥയുണ്ട്. ആ കഥ കുറച്ച് ആദ്യത്തെ സംരംഭമായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കറക്ഷൻ വേണമെന്ന് തോന്നി ആ കഥ ഒന്ന് വീഡിയോ ഇടുന്നതാണ്. എൻ്റെ കഥയുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കഥ, ഒരു പൈങ്കിളി കഥ അഥവാ. ഒന്നുകൂടെ പറയാം, ഒരു കഥ, ഒരു പൈങ്കിളി കഥ അഥവാ. നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലയായ കൊല്ലത്ത് നാരങ്ങാപ്പുറം എന്ന ഗ്രാമത്തിലെ 10ാം ക്ലാസ്സുകാരായ 3 വിദ്യാർത്ഥിനികളുമായി സംബന്ധിച്ച ഒരു കഥയാണിത് ഞാൻ പറയുന്നത്. അതിൽ മൂന്നാളിൽ ഒരാളുടെ പേര് നേരത്തെ പറഞ്ഞതുപോലെ മൃദുല, പിന്നെ അടുത്തത് ശ്രീശൈല, അടുത്ത ആൾ പ്രിയദർശിനി. ഈ 3 മിടുക്കികളും സുന്ദരികളാണെങ്കിലും എടുപ്പിലും നടപ്പിലും പഠിപ്പിലും മറ്റു കലാകായിക ഇനങ്ങളിലും 3 പേരും ഒപ്പത്തിനൊപ്പമാണെങ്കിലും ഇതിൽ കുറച്ച് മുൻതൂക്കമുള്ളത് മൃദുല എന്ന കുട്ടിക്കാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആകർഷണ കേന്ദ്രവും മൃദുല തന്നെ. ഇവരുടെ സ്കൂളിലേക്ക് പോക്കും വരവുമെല്ലാം ഈ നാരങ്ങാപ്പുറം എന്ന ഗ്രാമവാസികൾക്ക്, പ്രത്യേകിച്ച് സ്ഥലത്തെ പ്രധാന പയ്യന്മാർക്കെല്ലാം കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആ കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SLC ക്ലാസ്സിൽ ഫൈനൽ അവസാന വർഷ വിദ്യാർത്ഥിനികളാണ് ഇവർ 3 പേരും. അങ്ങനെ ആ കൊല്ലത്തിൻ്റെ അവസാനമെത്തി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫലം വന്നു. 3 പേർക്കും ഇല്ലാത്ത ഇതിപ്പോൾ പറയുന്ന പോലെ A+ ആണ്. A+ കിട്ടിയാൽ ആദരിക്കുന്ന ഒരു പരിപാടി കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ഒന്നിൽ A+ കിട്ടാത്തവർക്ക് കിട്ടാതെ പോകുന്നത് ഒരു വലിയ സങ്കടമാണ് എന്നൊരു വർത്തമാനം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ കഥയിലേക്ക് പോകാം. ശ്രീശങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇവർ. അങ്ങനെ SLC പരീക്ഷ A+ പാസ്സായവർക്ക് അതേ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം കിട്ടി. അവർ പഠനം തുടങ്ങി. കാലം ഒരു കുതിരയെപ്പോലെ പാഞ്ഞു പോകുന്നു. ഓണപ്പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നിവയെല്ലാം കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രിയദർശിനിയും ശ്രീശൈലയും, അതായത് മൃദുലയുടെ ഇതിലെ പ്രധാന കഥാപാത്രമായ മൃദുലയുടെ സഹപാഠികളായ പ്രിയദർശിനി, ശ്രീശൈലയും അന്ന് സ്കൂളിൽ പോയില്ല. എന്താ കാരണം? അവരുടെ വ്യക്തിപരമായ കാരണത്താൽ പോയില്ല. അന്ന് മൃദുല തനിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴി മൃദുലയ്ക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു സാധനം തിളങ്ങുന്നത് കണ്ടു. അത് നോക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറവും നീല നിറവും കലർന്ന ഒരു വിസിൽ പോലത്തെ ഒരു സാധനമാണ്. ഇടകലർന്ന ഒരു ലോക്കറ്റ് പോലത്തെ സാധനം. ആ സാധനം അവൾ കണ്ടു. അത് കുനിഞ്ഞെടുത്തു. നോക്കുമ്പോൾ വളരെ കൗതുകം തോന്നി. അത് ഭദ്രമായി അവളുടെ സ്കൂൾ ബാഗിൽ വെച്ചു. പിന്നീട് അവൾ അക്കാര്യം തന്നെ അങ്ങ് മറന്നു. മൃദുല മറന്നു. അടുത്ത ദിവസം മുതൽ വീണ്ടും കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോയി തുടങ്ങി. അങ്ങനെ ആ വർഷത്തെ സ്കൂൾ വാർഷികം, അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർഷത്തെ സ്കൂൾ വാർഷികം വന്നു. മൃദുല നൃത്തത്തിലും, ശ്രീശൈല നാടോടി നൃത്തത്തിലും, പ്രിയദർശിനി മിമിക്രിയിലും മത്സരിച്ചു. എല്ലാവരും ഒന്നാമതെത്തി. ആദ്യം പറഞ്ഞല്ലോ ഇവർ മിടുക്കികളാണെന്ന്. മിടുക്കികൾ വേറെയും ഉണ്ടാവും, പക്ഷെ ഇവർ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടികളാണ്. അന്നത്തെ ഈ പറഞ്ഞ സ്കൂൾ വാർഷിക ദിവസം വിശിഷ്ട അതിഥിയായി ജില്ലയിലെ ഗാനരചയിതാവും സംവിധായകനും അല്പം ചെറിയ ഫിലിമൊക്കെ ചെയ്ത ദേവൻ മാസ്റ്ററായിരുന്നു അന്നത്തെ പ്രധാന അതിഥി. വാർഷിക ദിനത്തിൻ്റെ
പ്രധാന അതിഥി ദേവൻ മാസ്റ്ററായിരുന്നു. അവർക്കെല്ലാം സമ്മാനദാനം നിർവഹിച്ച ഇദ്ദേഹമാണ്. ഈ വേളയിൽ മാസ്റ്റർക്ക് മൃദുലയിലൊരു കണ്ണ്, മൃദുലയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരു പ്രേമം ഉദിച്ചു, അനുരാഗം തോന്നി. അതെങ്ങനെ കഴിഞ്ഞു. കാലം വീണ്ടും ഒരു കുതിരയെപ്പോലെ വീണ്ടും കുതിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ കോളേജ് ജീവിതവും അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് അവർ കോളേജിൽ ചേർന്നു. അടുത്ത ടൗണിൽ തന്നെയുള്ള കോളേജിൽ ചേർന്നു. കോളേജ് ജീവിതവും അവസാനിച്ചു. എല്ലാവരും നല്ല നിലയിൽ വിജയിച്ചു. കൂട്ടത്തിൽ മൃദുലയുടെ 2 സുഹൃത്തുക്കളുടെയും വിവാഹം കഴിഞ്ഞു. ഇതിനിടയിൽ ദേവൻ മാസ്റ്റർ മൃദുലയുടെ വീട്ടുകാരെ കണ്ടെത്തി മൃദുലയെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് കൊടുക്കുവാനായി അവരുടെ വീട്ടുകാരുമായി ആലോചിച്ചു. അങ്ങനെ അവർ മൃദുലയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. ദേവൻ മാസ്റ്റർക്ക് അവളെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ആ കല്യാണം സമംഗളം നടന്നു. അങ്ങനെ അവർ ആനന്ദകരമായി വിവാഹ ജീവിതം തുടങ്ങി. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞു മൃദുല തൻ്റെ ബാഗിൽ അമൂല്യനിധി പോലെ സൂക്ഷിച്ചിരുന്ന ലോക്കറ്റ് പോലുള്ള സ്വർണവും നീലവും ഇടകലർന്ന ആവിസിൽ പോലുള്ള വസ്തു ഒരിക്കൽ ഈ മാസ്റ്റർ മൃദുലയുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവം. ബാഗിൽ നിന്ന് പുറത്തെടുത്തു ദേവൻ മാസ്റ്ററെ കാണിച്ചു. അപ്പോഴാണ് ദേവൻ മാസ്റ്റർ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പെൻഡ്രൈവ് ആണ് ഇതെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ കുട്ടി ഇതുവരെ പെൻഡ്രൈവ് ഒന്നും കണ്ടിട്ടില്ല, ഈ പറഞ്ഞ മൃദുല. അപ്പോൾ ദേവൻ മാസ്റ്റർ താൻ രചിച്ച് ചിട്ടപ്പെടുത്തിയ മംഗളങ്ങൾ നേരുന്നു എന്ന് തുടങ്ങുന്ന ഗാനവും ഈ പെൻഡ്രൈവിലാണ് റെക്കോർഡ് ആക്കിയതെന്നും ഈ പാട്ടാണ് വാർഷിക ദിനത്തിൽ മൃദുല നൃത്തം ചെയ്യുമ്പോൾ വെച്ചതെന്നും, അതായത് ഈ പാട്ടിൻ്റെ അനുസരിച്ചാണ് മൃദുല നൃത്തം ചവിട്ടിയതെന്നും ദേവൻ മാസ്റ്റർ അവളോട് പറഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിൽ അങ്ങനെ അവർ സന്തോഷകരമായി അവരുടെ ജീവിതം സമംഗളം തുടർന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചെറിയ കഥ. ഇതൊരു ഫാസ്റ്റ് ഫുഡ് പോലത്തെ ഒരു ചെറിയ കഥയാണ്. പെട്ടെന്ന് എനിക്ക് ഒരു പെൻഡ്രൈവ് കണ്ടവന് തോന്നിയൊരു കഥ മാത്രമാണ്, വേറെ വലിയ ആനക്കാര്യമൊന്നുമില്ല. ഇതാണ് ഈ കഥയുടെ പേര്. ഒരു കഥ ഒരു പൈങ്കിളി കഥ അഥവാ പെൻഡ്രൈവ്. ഇവിടെ തീരുന്നു പെൻഡ്രൈവ്. ഏവർക്കും ശുഭം. ഏവർക്കും ശശിധരൻസ് വ്ലോഗിൻ്റെ നന്ദി, നമസ്കാരം. ഇത് മുഴുവൻ കേൾക്കാൻ സന്മനസ് കാണിച്ച ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.